ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പ്രകടന പത്രിക ഒന്നും അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രകടന പത്രിക വായിച്ചിട്ടാണോ ആരെങ്കിലും വോട്ട് ചെയ്യുന്നത്? ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണി ഇറക്കിയ പ്രകടന പത്രികകൾ ആരെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് ഭരണം കിട്ടേണ്ടതല്ലയോ? ഞങ്ങൾ എത്രയെത്ര വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇതെന്താ ആരാണ്ട് ആപ്പുവപ്പോൾ എഴുതുന്നതാണോ ഈ പ്രകടന പത്രിക? പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രകടന പത്രികയൊക്കെ, മാനിഫെസ്റ്റോ. അതെന്നിട്ട് ബുദ്ധിജീവികള്, വിദ്വാൻമാര്, പണ്ഡിതന്മാര് അവരൊക്കെ കൂടി ഇരുന്ന് ഞങ്ങളുടെ സഖാക്കളൊക്കെ ആയിരുന്നു ആലോചിച്ച് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അതൊന്നും ആരും വായിക്കത്തില്ലെന്നേ. വെറുതെ അതും ചുമ്മിക്കൊണ്ട് ഈ ഭവന സന്ദർശനത്തിനൊക്കെ പോകുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? പ്രവർത്തകന്മാർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഈ കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കന്മാരെ കുറിച്ചുള്ള പെണ്ണ് കേസുകൾ അത് നല്ല പൊലിപ്പോടുകൂടി അങ്ങ് എഴുതി അത് ഈ ആളുകളുടെ ഇടയിലോട്ട് കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്യും, പ്രകടന പത്രികയ്ക്ക് പകരം. അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രകടന പത്രിക, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി.